നമസ്തേ, ഞാൻ ലക്ഷ്മി ഷാജി. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തുറന്നുവിട്ട അഴിമതി കഥയിലെ ഭൂതം ഇപ്പോൾ ക്ലിഫ് ഹൗസിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് എന്ന ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ ശക്തമാണ്. പൊതുജനങ്ങൾ അങ്ങനെ വിശ്വസിക്കാനുള്ള പ്രധാന കാരണം യഥാർത്ഥത്തിൽ SFIO അന്വേഷണം തടയണം എന്ന ആവശ്യവുമായി കോടതികൾ കയറി ഇറങ്ങുന്ന KSIDCയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കിന്റെയും ലോജിക്കില്ലായ്മ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാദങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് കനത്ത വെല്ലുവിളിയാകുമെന്നും ഇത് വിശദീകരിക്കാൻ സാധാരണ പാർട്ടി പ്രവർത്തകർ കുറച്ച് പാടുപെടും എന്ന കാര്യത്തിലും സംശയമില്ല. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആണെന്ന ക്യാപ്സ്യൂൾ ഇറക്കി അണികളെ വിശ്വസിപ്പിക്കാൻ നേതൃത്വം ശ്രമിക്കുമ്പോഴും സാധാരണ പാർട്ടി പ്രവർത്തകർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വലയുകയാണ്. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, മാസപ്പടി എന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾ നാടുനീളെ വിതരണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കരിമണൽ കമ്പനിയുമായി എക്സാലോജിക്കിനുള്ള ഇടപാട് എന്താണ്? ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ എന്തായിരുന്നു? ഇപ്പോഴത്തെ SFIOയുടെ അന്വേഷണത്തിലെ സാങ്കേതികത്വം, അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ എങ്ങനെയാണ് ഉൾപ്പെട്ടത് എന്നിങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് കിട്ടാത്ത പരിഗണന എന്തുകൊണ്ട് വീണ തൈക്കണ്ടിയിൽ എന്ന മുഖ്യന്റെ മകൾക്ക് കിട്ടുന്നു എന്നുള്ള ചോദ്യമാണ് കേവലം അടിമകളല്ലാത്ത പാർട്ടി പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതിനിടയിലാണ് SFIO വീണ വിജയൻ ചില രേഖകൾ ഹാജരാക്കണം എന്ന ആവശ്യവുമായി സമൻസ് അയച്ച വാർത്തകളും പുറത്തുവരുന്നത്. ഈ സമൻസിന്റെ കോപ്പി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യാഴാഴ്ച സമർപ്പിച്ച ഹർജി പിഴവുകൾ തിരുത്തി വെള്ളിയാഴ്ച വീണ്ടും സമർപ്പിച്ചെന്നും പ്രസ്തുത ഹർജി തിങ്കളാഴ്ച രാവിലെ 10:30 കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ച് പരിഗണിക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുൻപ് KSIDC ഇതേ ആവശ്യവുമായി കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഉന്നയിച്ച എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നും എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ പ്രസക്തമായിരുന്നു. ആ ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഈ ചർച്ചയിൽ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നതും. ചർച്ചയിൽ അതിഥികളായി ചേരുന്നത് ശ്രീ K. ഗണേഷ് BJP വക്താവ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, RS പ്രഭാത് LDFന്റെ വക്താവ്, MK ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്നിവരാണ്. എല്ലാ അതിഥികളെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ശ്രീ K. ഗണേഷിലേക്കാണ്. K. ഗണേഷ്, CMRLൽ പരിശോധനകൾ പൂർത്തിയാകുന്നു, KSIDCയിൽ പരിശോധനകൾ പൂർത്തിയാകുന്നു. അടുത്തതായി എക്സാലോജിക്കിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്, വിവരശേഖരണത്തിനായി ഏജൻസികൾ എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഈ കോടതികളെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്ന നമുക്കറിയാം, ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് കർണാടകയിലാണ്. അതുമാത്രമല്ല കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കിട്ടിയ തിരിച്ചടിയും അതിന് ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടാവാം, അങ്ങനെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാലും കോടതി ഒരുപക്ഷെ ഏകപക്ഷീയമായ ഒരു തീരുമാനം അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല. കാരണം ബൃഹത്തായ ഒരു അന്വേഷണമാണ്, അത് തടയാനുള്ളൊരു നിലപാട് കോടതി എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കണ്ടതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും എതിർ കക്ഷികളായി ചേർത്തിരിക്കുന്നത് നമുക്കറിയാം SFIO ഡയറക്ടറെ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയുമാണ്. തീർച്ചയായും ഈ ഇതുവരെ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെ എന്നുള്ളതൊക്കെ കോടതിയിൽ പറയും, അതിനൊക്കെ സാവകാശമുണ്ട്. പക്ഷെ ഒട്ടും സാവകാശമില്ലാത്തത് എക്സാലോജിക്കിനാണ്. കാരണം ഈ അന്വേഷണം തടയണം എന്ന് മാത്രമല്ല തുടർ നടപടികൾ നിർത്തിവെക്കണം, സ്റ്റേ ചെയ്യണം എന്നുകൂടി ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒട്ടും സാവകാശമില്ല. എന്തുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഒക്കെ പോകുന്നു? ഇതിനെ പ്രതിരോധിക്കാൻ CPM വല്ലാതെ പാടുപെടുന്നു. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതം എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ CPMന്റെ ഒപ്പം തന്നെ മുഖ്യമന്ത്രി മകളുടെ കമ്പനി എത്തിപ്പെട്ട ആ ഒരു അവസ്ഥ, മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണവും, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്രീ K. ഗണേഷ്? CPM ക്യാപ്സൂളുകൾ നിരന്തരമായിട്ട് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് എക്സാലോജി കമ്പനിയും പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയും ഈ കരിമണൽ കമ്പനിയുമായിട്ട് എന്താണ് ബന്ധം, എന്ത് ഇടപാടാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഇവർ നടത്തിയ ഇടപാടിൽ എന്ത് ലാഭമാണ് ഈ കരിമണൽ എന്താ പറയുക കുത്തകകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. കേരളത്തിൻ്റെ ഈ കരിമണൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാത്രമാണോ ഇവർക്ക് വിറ്റിരിക്കുന്നത്? അല്ല, മറിച്ച് കേരളത്തിൻ്റെ വലിയ തോതിൽ വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഉള്ള ഈ തീരദേശം മുഴുവൻ, കരിമണൽ ലഭിക്കുന്ന തീരദേശങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള കരിമണൽ കമ്പനികൾക്ക് മറിച്ച് വിറ്റതിൻ്റെ ഒരു മാസപ്പടിയായിട്ട് കിട്ടിയ പണമാണോ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ മകൾ അക്കൗണ്ടിലേക്ക്, ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളാണോ ഇവർ നടത്തിയിരിക്കുന്നത്? അത് ഇതുവരെയും ഇവർ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. പലപ്പോഴും മടിയിൽ കനവില്ല എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും ഒരക്ഷരം വാ തുറക്കാൻ തയ്യാറായിട്ടില്ല?
എല്ലാത്തിനെ കുറിച്ചിട്ടും വൈകുന്നേരങ്ങളിൽ വന്ന് ചാനലിൽ വന്ന് വൈകുന്നേരം വന്ന് എല്ലാ ലോകത്തിൻ്റെ ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി സ്വന്തം മകളുടെ കമ്പനിക്കെതിരെ വലിയ ആരോപണം ഉയർന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ സാഹചര്യത്തെക്കുറിച്ച് പറയാൻ അവർ തയ്യാറായിട്ടില്ല എന്നതാണ്. ഈ PV എന്ന് പറയുന്ന ഈ ഡയറിയിൽ നമ്മൾ കണ്ടു, PV എന്ന് പറയുന്ന വാങ്ങിയ തുക, ഈ നേരെ വാങ്ങിയ തുകയുടെ ഇത്. പക്ഷേ ഇതിനെതിരെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഈ CPM നേതാക്കന്മാർ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ മക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് കോടിയേരി എങ്ങനെയാണ് പാർട്ടി ചുമതലയിൽ നിന്ന് മാറിയത്, അതേപോലെ തന്നെ ജയരാജനെതിരെ വന്ന സമയത്ത്, ശ്രീമതി ടീച്ചർക്കെതിരെ വന്ന സമയത്തൊക്കെ ഉണ്ടായ എന്താണ് CPM എടുത്ത നിലപാട് എന്നത്. പക്ഷേ എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു CPM നേതാവുമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഇത്തരത്തിലുള്ള ആരോപണം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സൂളുകൾ ഇറക്കുന്നതിനുള്ള തന്ത്രപ്പാടിലാണ് CPM സംസ്ഥാന നേതൃത്വം എന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് എന്നതാണ്. കാരണം ഒരക്ഷരം ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. എന്താണ് ഇവർ നടത്തിയ ഇടപാട്, എന്താണ് ഇത്രയും വലിയ കോടികളുടെ ഇടപാട്, എന്തിൻ്റെ പേരിലാണ് ഇവർ നടത്തിയത് എന്ന് വ്യക്തമാക്കേണ്ടത് CPM സംസ്ഥാന നേതൃത്വവും അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആണ് എന്നതാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ മകൾക്ക് സ്വന്തമായി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എന്താണ് ഇവർ ഈ കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടുകൾ എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത്, അത് വ്യക്തമാക്കുക തന്നെ വേണ്ടി വരും. ഇപ്പോൾ കോടതിയിൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ലഭിക്കാതെ പോകുന്നതിന് കാരണം കോടതിയിലേക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം കോടതി പോലും ഉന്നയിക്കപ്പെടുന്ന സംശയം ഇവർ ഈ എന്തിനു വേണ്ടി നടത്തിയ ഇടപാടാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം അത് വ്യക്തമാക്കിയാൽ മാത്രമേ ഈ CPM-നെ ഇതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം CPM ആഗ്രഹിക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഒരിക്കലും ചർച്ചയാവരുത്, ഇതൊരിക്കലും ചർച്ചയാവാതെ മുന്നോട്ട് പോകണം. ഈ വിഷയം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഒരിക്കലും ചർച്ചയാവരുത് എന്നാണ്. അതിനെല്ലാ പിന്തുണയും പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നതാണ്. കാരണം ഈ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി മാത്രമല്ല ഈ മാസപ്പടി വാങ്ങിയതായിട്ട് നമുക്ക് ലിസ്റ്റിൽ കാണാൻ സാധിച്ചത്. അതിൽ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള നിരവധി ആളുകളുടെ പേരുകൾ ആ ഡയറിക്കുറിപ്പിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള ആളുകൾ, ഭരണപക്ഷ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടി പിന്തുണ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഒരു ഇത്രയും വലിയ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ഇത്രയും വലിയൊരു ആരോപണം വരുന്ന സമയത്ത് ശക്തമായിട്ട് അതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്, കുടുംബത്തിൻ്റെ കൂടെയാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെയും അവരുടെ പേരുകൾ ഉള്ളത് കൊണ്ട് അത്തരത്തിൽ തേച്ചു മായ്ച്ചു കളയാനാണ്. അതൊരു ചർച്ച ചെയ്യപ്പെടാതെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അത് ചർച്ച ചെയ്യരുത്, ഈ വിഷയം മാസപ്പടി വിഷയം ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവുമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള കോടതി ഇടപെടലുകൾ തന്നെ ആയിരിക്കണം അതിൽ വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFI പോലെയുള്ള ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോയാൽ വലിയ തോതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഉള്ള എന്താ പറയുക ജയിലിനകത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, ശ്രീ RS പ്രഭാത്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടില്ലേ, അതിൽ എന്താണ് അസ്വാഭാവികമായി ഉള്ളത്, എന്താണ് മറയ്ക്കാനുള്ളത്? ഒന്നുമില്ല എന്നായിരുന്നു ഈ മാസപ്പടി വിവാദം ആരംഭിച്ചപ്പോൾ CPM പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ഒരു പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ കോടതിയിലേക്ക് എക്സാലോജിക്ക് പോകുന്ന സാഹചര്യത്തിൽ പാർട്ടി കേഡറുകളെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കാൻ, ഒരു വിവാദം വിശദീകരിക്കാനൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ പാർട്ടി അനുഭാവികൾക്കുള്ളിൽ പോലും സംശയം ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് വീണ വിജയന് മാത്രം ഇത്ര പരിഗണന കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒളിക്കാനുള്ളത് എന്നുള്ളത്. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ, അവരുടെ ഒരു വളരെ സെക്യൂരിറ്റിയുടെ ഒരു അന്തരീക്ഷത്തിൽ, സെക്യൂറായ ഒരു അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. ഒരുപക്ഷെ ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ പോലും
പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചാൽ പോലും മാധ്യമങ്ങൾ ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ആ ഒരു സാഹചര്യവും കൂടിയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുന്നു. ഒരു പക്ഷേ എന്താണ് പൊതുജനങ്ങളോട് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത് എന്നുള്ളത് കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണ് ഈ അന്വേഷണം വിലക്കണം എന്ന് മാത്രമല്ല തുടർ നടപടികൾ കൂടി സ്റ്റേ ചെയ്യണം. കാരണം ഇനി ഒട്ടും അതിനൊന്നും ഒരു സാഹചര്യം കൊടുത്തുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാവകാശം പോലും ഇല്ല എന്നുള്ള രീതിയിൽ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് പൊതുവെയുള്ളത്. എന്താണ് പറയാനുള്ളത്? ഇവിടെ നോക്കൂ, ഒരു കമ്പനി അവർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിനു മുമ്പ് ഇവിടെ ഒരു ROCയുടെ ഒരു അന്വേഷണത്തിൽ കൊച്ചിയുടെയും ബാംഗ്ലൂരിലെയും സംയുക്തമായ ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ ഒരു ഫൈൻഡിങ്സ് ഉണ്ടായി. ആ ഫൈൻഡിങ്സിൽ മേൽ 4 അംഗ സമിതിയെ അവർ തന്നെ നിയമിച്ചു അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ് ഈ വിഷയത്തിൽ. അത് കോടതിയിൽ ഷോൺ ജോൺ ഒരു പരാതിയുമായി പോയി, സെക്ഷൻ 210 പ്രകാരം. അപ്പം നോക്കൂ, ഇവിടെ ഒരാൾ ഒരു പരാതിയായി പോകുന്നു. ആ പരാതിയിൽ മേൽ ഈ പറയുന്ന ROC തന്നെ സത്യവാങ്മൂലം കൊടുക്കുകയാണ്. എന്താ കൊടുത്തത്? ഞങ്ങൾ 4 മാസത്തിനകത്ത് ഇതിനകത്തുള്ള തീരുമാനം ഈ കോടതിയെ മുന്നിൽ റിപ്പോർട്ടായി സമർപ്പിക്കും. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം ROCയുടെയാണ്. അതിനകത്ത് ഈ പറയുന്ന വീണ വിജയൻ്റെ കമ്പനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. ആ കണ്ടെത്തുവാനുള്ള സമയം കൊടുക്കുക. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഗണേഷ് ഇവിടെ പറയുകയുണ്ടായി, ലോകസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ചയാവണം. ഇതാ വിഷയം. BJPയുടെ പ്രതിനിധി അവരുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞു. ഈ അന്വേഷണത്തിലല്ല അവർക്കുള്ള ആവശ്യം, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമായി കൊണ്ടുവരിക, അതിൽ ഒരു ചർച്ചയുണ്ടാക്കുക. അതിനപ്പുറം ഇവരുടെ വിഷയമില്ല. അവർക്കറിയാം, അവർക്ക് തന്നെ ക്യാപ്സൂൾ ലഭിച്ചിട്ടുണ്ടാവും. അവരെ എപ്പോഴും പറയുന്നത് ക്യാപ്സൂൾ എന്നല്ലേ. BJPക്ക് ക്യാപ്സൂൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ആ കിട്ടുന്ന ക്യാപ്സൂളിൽ കിട്ടിക്കാണുമല്ലോ ഓൾറെഡി. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 2 കമ്പനികൾ തമ്മിൽ ഉള്ള ഒരു കേസ്. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ കേസ് എന്താണ്? അതിലെ കണ്ടെത്തൽ, ROCയുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ മതിയായ സേവനം ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ വരുന്ന കർണാടക ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുക്കുകയുണ്ടായി. ആ റിട്ടിൽ എന്തായാലും എന്താ സേവനം നൽകിയെന്ന് പറയേണ്ടി വരും. ഇപ്പം നോക്കൂ, നമ്മൾ പോയത് ശ്രീ വീണ വിജയൻ പോയത് കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയാണ്. എന്താ അവർ പറയുന്നത്? ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ നിന്ന് സെക്ഷൻ 201 പ്രകാരം 210 പ്രകാരമാണോ എന്ന് കോടതി ചോദിച്ചപ്പോൾ അതിന് 12-ാം തീയതി വരെ സമയം, 212 ആണോ എന്ന് തീരുമാനിക്കാൻ. ഇതാണ് അവിടെ നടന്നത് കോടതിയിൽ. ആ സെക്ഷൻ പ്രകാരം SFIO അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണം നടത്തുന്നതെന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ്. ഒരു അന്വേഷണം നടന്ന് ആ അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് വരട്ടെ. ആ വന്നാൽ ശേഷം മാത്രമല്ലേ ഇത് കമ്പനി ആക്ട് പ്രകാരം ഫ്രോഡ് ആണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു അസംഷനിൽ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഫൈൻഡിങ്സ് ആണ് ഉണ്ടായത്. ആ ഫൈൻഡിങ്സിന് 4 അംഗ കമ്മിറ്റി വെച്ച് ആ 4 അംഗ കമ്മിറ്റി അതിനകത്ത് ഇവരോടെ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുത്ത സേവനം, ആ സേവനം ഞങ്ങളുടെ മുന്നിൽ പറയുക, നിങ്ങളുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ ഇതാണ്. അതായത് കമ്പനി പ്രകാരമുള്ള എല്ലാ രേഖകളും വിളിച്ചു വരുത്തുവാനും അത് ശ്രദ്ധിക്കുവാനുള്ള കഴിവുള്ള 4 ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര ഗവൺമെൻറ് വച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ നേരത്തെ പറയേണ്ടായി കോടതിയിൽ. അത് ഞങ്ങളല്ല പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രാലയം തന്നെ അവിടുത്തെ കോടതിയെ ഹൈക്കോടതി പറയുകയുണ്ടായി, ഞങ്ങൾ 4 മാസ സമയം തന്നാൽ ആ സമയത്തിനുള്ളിൽ ഈ അന്വേഷണം നടക്കും. ആ 4 മാസ സമയം എന്തിനായിരുന്നു? ആ 4 മാസ സമയം കഴിയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി ഒരു അന്വേഷണമാണ് നടക്കട്ടെ. ഇതിനകത്ത് എനിക്ക് കേൾക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട സേനാപതിയുടെ വാക്കുകളിൽ നിന്നാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ എതിരെ നടന്നുള്ള പ്രചരണങ്ങൾക്കോ അവർ ഇന്ന് അഭിമുഖീകരിക്കുന്ന
കേന്ദ്രവിരുദ്ധമായ ഇത്തരം രീതിയിലുള്ള ഇതേപോലത്തെ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ അതിനെ എതിർക്കുകയാണ്. രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്നത് BJP കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ വിശദീകരണം ഞങ്ങൾക്ക് ലഭിക്കണം. കേരളം വിട്ടാൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് ചെയ്യുന്നത് തെറ്റാണെന്നും കേരളത്തിനകത്ത് വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് ശരിയാണെന്നും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് അറിയുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ എത്രയോ കാലമായി ഇവിടുത്തെ കേന്ദ്ര ഏജൻസികൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യമാണ്. 96% ആണ് ഇവിടുത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ഇവിടുത്തെ വിവിധ തരം കോടതികളിൽ കൊടുത്തിട്ടുള്ളതും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. അതിൽ 5% പോലും ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. അത് മാത്രമല്ല, അതിൻ്റെ 0.6% മാത്രമേ ഉള്ളൂ അതിനകത്ത് വെർഡിക്റ്റ് വന്നിട്ടുള്ളത്. അതാണ് രസം. ED ഇവിടെ കേസ് എടുക്കുന്നുണ്ടല്ലോ, ED എടുക്കുന്നുണ്ട്, ഇതേപോലത്തെ കമ്പനികൾ എടുക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിലെ ശിവകുമാർ, അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയും ഇതേപോലത്തെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ആ കേസുകൾ അന്വേഷണം നടക്കുകയാണ്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു. ഡൽഹിയിലെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിന് ഞങ്ങൾ എതിർക്കുന്നു. ഛത്തീസ്ഗഡിലെ സോറിനെതിരെ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു തുണ്ട് ഭൂമിയെങ്കിലും നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം മതിയാക്കാമെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ജയിലിലാണിന്ന്. അതും ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ എതിർക്കുന്നത് ഈ തീവ്രമായ BJPയുടെ ഇത്തരം ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരാണ്. ആ നയങ്ങൾക്കെതിരെ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കളോടാണ്. ഈ മസ്പടി വിവാദത്തിൽ നമുക്കറിയാം പ്രതിരോധത്തിലായത് UDF-ലെ നേതാക്കൾ കൂടിയാണ്. പക്ഷേ അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിശദീകരണം വന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ വ്യവസായികളിൽ നിന്ന് പണം വാങ്ങുന്നതിൽ തെറ്റില്ല. കാരണം ശശിധരൻ കർത്ത ഒരു കള്ളക്കടത്തുകാരനല്ല. അത് പാർട്ടി ഏൽപ്പിച്ച ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭാവന വാങ്ങിയത്. അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് രസീത് കൊടുത്തു കാണും എന്നുള്ളതാണ്. എന്തായാലും ആ PV ഞാനല്ല എന്നൊന്നും എന്തായാലും നിങ്ങളുടെ നേതാക്കൾ പറയാത്തത് തീർച്ചയായും സ്വാഗതാർഹമാണ്. മാത്രമല്ല ശ്രീ RS പ്രഭാത് നേരത്തെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എനിക്കത് വ്യക്തിപരമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലാണല്ലോ എക്സാലോജിക്കിൻ്റെ ഒരു ഹർജി പോയിരിക്കുന്നത്. ഇവിടെ എടുക്കുന്ന അതേ നിലപാട് തന്നെയാണോ കർണാടകത്തിലെ ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. താങ്കളുടെ മറുപടി. ഒന്ന്, ലക്ഷ്മി, ഇതിനകത്ത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇതിനകത്ത് ഞാൻ ശ്രീ RS പ്രഭാത് പറഞ്ഞതിന്റെ ഒരു ഒരു രത്നച്ചുരുക്കം അതിനെ ഞാൻ അംഗീകരിക്കുന്നു. അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെയൊക്കെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ED നോട്ടീസ് കൊടുത്തു. അദ്ദേഹത്തെ 55 മണിക്കൂർ ചോദ്യം ചെയ്തു. അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായി, നിയമത്തിന് വിധേയനായി. ശ്രീമതി സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷയും വന്ധ്യവയോധിയായ നേതാവാണ്. അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അവർ 12 മണിക്കൂർ നേരം EDയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും അവരുടെ ഭാഗം തെളിയിക്കാനുള്ള വാദഗതികളും അവർ ഉയർത്തി. ഇവിടെ എന്താ സ്ഥിതിവിശേഷം? ഇവിടെ ഒരാള് നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇപ്പോ ബഹുമാന്യ നമ്മുടെ ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് വന്നപ്പോ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തായി ഒളിക്കാനുള്ളത്? അതാണല്ലോ നമുക്കറിയേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ സ്റ്റേ ആവശ്യവുമായിട്ട് വന്നിരിക്കുന്നത്? ഇതില് കൗതുകം ലക്ഷ്മി, ഈ സ്റ്റേ ആവശ്യവുമായിട്ട് ആദ്യം പോകുന്നത് KSIDC ആണ്. KSIDC എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവർക്ക് CMR-ലുള്ള ഷെയർ എന്ന് പറയുന്നത് 13.4% ആണ്. അതായത് 14% താഴെ മാത്രമാണ്. ബാക്കി 86% ഷെയർ പുറത്താണ്. അപ്പോ ഈ KSIDC CS വൈദ്യനാഥന്റെ പോലെ 50 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന്, 2 സിറ്റിങ്ങിന് 50 ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുത്ത് ഡൽഹിയിൽ നിന്ന് ജയശങ്കറിന്റെ വാക്കുകളെ കടമെടുത്ത ഈ കൊടികെട്ടിയ വക്കീലിനെ കൊണ്ടുവന്ന് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് എന്താണ് അവരുടെ, അതാണല്ലോ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം അതാണല്ലോ. അതല്ലാതെ ED അവിടെ വരുന്നു, ഇവിടെ ഇപ്പോ ഹേമന്ത് സോറിനെ പിടിക്കുന്നു, അല്ലെങ്കിൽ മുമ്പ് ഷിബു സോറിനെ പിടിച്ചിട്ടുണ്ട്, അതല്ല എങ്കിൽ ശിവകുമാറിനെതിരെ അന്വേഷണം നടക്കുന്നു, ഇല്ലെങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രി P ചിദംബരത്തിനെതിരെ അന്വേഷണം നടക്കുന്നു. അതൊക്കെ ശരി. പക്ഷേ അവരാരും നിയമത്തിൽ നിന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ഞങ്ങൾ നിയമത്തിന് കീഴടങ്ങുകയോ ഇല്ല എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഇവിടെ കൗതുകകരമായ ചില വിഷയങ്ങൾ,
നമ്മൾ എന്നും കേൾക്കുന്ന വാർത്തകളിലും ചർച്ചകളിലും ഒക്കെ കേൾക്കുന്ന പദങ്ങളാണല്ലോ. മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രണ്ട്, എന്താ പറഞ്ഞ, പണത്തിനോട് അമിതമായ ആർത്തി ഉണ്ടാകാൻ പാടില്ല, അത് ഉറക്കം കെടുത്തും, സമാധാന ജീവിതം ലംഘിക്കും. ഇതൊക്കെയാണല്ലോ നമ്മളിപ്പോ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നു, നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ. അപ്പോ ഇവിടെ ആദ്യത്തെ ചോദ്യം, 14% CMRൽ ഓഹരി മാത്രമുള്ള KSIDC 50 ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുത്ത് എന്താവശ്യത്തിനാണ് അവർ കേരള ഹൈക്കോടതിയിൽ പോയി ഈ അന്വേഷണം, SFIOയുടെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തിനു വേണ്ടിയാണ് അവരവിടെ പോയത്? അതിന്റെ മോട്ടിവേഷൻ എന്താണ്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഈ കേസും ഇതിന്റെ പ്ലേസ് ഓഫ് ഒക്കറൻസും ഒക്കെ, ഇപ്പൊ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ് അല്ലെങ്കിൽ കർണാടകമാണ് എങ്കിൽ ആ കൃത്യം നടന്നു എന്ന് പറയുന്നത്, അതായത് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് ആലുവയും എറണാകുളവും കേരളവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് കർത്താവിന്റെ കമ്പനി ഈ പൈസയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോ കർണാടകത്തിൽ ഇതിൽ എന്താണ് കാര്യം? ഇനി അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക്, കർണാടകത്തിലെ കോൺഗ്രസിനും കർണാടകത്തിലെ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ സുവ്യക്തമായ ഒരൊറ്റ നിലപാടിലേ ഉള്ളൂ. അതാണ് കേരള ഹൈക്കോടതി ചോദിച്ച ചോദ്യം. ഇതിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടോ, എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? നിശ്ചയമായി ഒളിക്കാനുണ്ട്, മറയ്ക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ വളരെ വേവലാതിപ്പെട്ടുകൊണ്ട് മനു പ്രകാശ് കുൽക്കർണി എന്ന് പറയുന്ന പ്രശസ്തനായ അഭിഭാഷകൻ, അദ്ദേഹവും മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ ഫീസ് മേടിക്കുന്നയാളാണ്, അദ്ദേഹം ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഈ കേസ് ഫയൽ ചെയ്യുമ്പോഴല്ല ഇതിന്റെ പ്രയർ എന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിരപരാധിയാണ്, എന്റെ ഭാഗം തെളിയിക്കാൻ എന്റെ കയ്യിൽ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതല്ലല്ലോ. അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം, അന്വേഷണം വരാൻ പാടില്ല, എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല, എന്നെ അന്വേഷിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാറാൻ പറ്റുമോ? നമ്മള് എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോ കേട്ടു, എലിസബത്ത് രാജ്ഞിക്ക് ഏതാണ്ട് 60ഓളം രാഷ്ട്രങ്ങളിൽ പോകുന്നതിന് വിസയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒന്നും വേണ്ട എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രിവിലേജ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രിവിലേജോ ഇമ്മ്യൂണിറ്റി ഉണ്ടോ? എന്റെ കമ്പനിയിൽ അന്വേഷണം നടത്താൻ പാടില്ല, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ CMRലും KSIDCയിലും നടത്തിയതുപോലെ വിവരശേഖരണത്തിന് എക്സാലോജിക്കിലേക്ക് എത്താൻ പാടില്ല എന്ന് വെച്ചാൽ തുടർ നടപടികളും നടക്കാൻ പാടില്ല, അതും സ്റ്റേ ചെയ്യണം എന്നുകൂടിയുണ്ട് ആവശ്യം. അല്ല, അത് തന്നെയാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അന്വേഷണങ്ങൾ ഇവിടെ തടസ്സപ്പെടണം, ഇവിടെ സത്യം പുറത്തു വരാനായിട്ട് പാടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ലക്ഷ്മി. അത് മറ്റൊന്നുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളാണ്, കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൾക്ക് കമ്പനി നടത്താനോ? ഇവിടെ പ്രഭാതിനെ പോലുള്ള ആളുകൾ എത്ര ലാഘവത്തോടു കൂടിയാണ് രണ്ട് കമ്പനി. ഈ കമ്പനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാക്കോയോ മത്തായിയോ അല്ലെങ്കിൽ അമ്മിണിയോ ഓമനയോ ഒന്നും നടത്തുന്ന കമ്പനിയല്ലല്ലോ. ഈ കമ്പനി നടത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. അവരാണ് ഈ കമ്പനിയുടെ ഉടമ എന്ന് പറയുന്നത്. ഇവിടെ ഇൻകം ടാക്സ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ 72 പേജിലുള്ള വിധി പകർപ്പ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്താണ്. ഞാനത് വീണ്ടും ആവർത്തന വിരസമായി എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അവർ കണ്ടെത്തി, എന്താണ് അവർ കണ്ടെത്തിയ? ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി കണ്ടെത്തിയ, ഇവിടെ RS പ്രഭാത് വെറുതെ ഫൈൻഡിങ്സ് അല്ല പറഞ്ഞേ, അവര് അങ്ങനെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ മതിയോ? അവർ കണ്ടെത്തി. ആ കണ്ടെത്തിയ കൃത്യത്തിൽ CMRL എന്ന് പറയുന്ന ശശിധരൻ കർത്താവിന്റെ കമ്പനി 1.72 കോടി രൂപ അത് എക്സാലോജിക് എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയന്റെ മകൾക്കും അവർക്ക് കമ്പനി എന്ന നിലയിൽ അവരുടെ കമ്പനിക്കും വ്യക്തി എന്ന നിലയിൽ അവർക്കും കൊടുത്തിരിക്കുന്നു. അത് പ്രതിമാസം 5 ലക്ഷവും 3 ലക്ഷവുമായി എല്ലാ മാസങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഒരു സേവനവും ലഭ്യമാക്കിയിട്ടില്ല എന്ന് 72 പേജ് വരുന്ന വിശദമായ ഈ തെളിവെടുപ്പിന് ശേഷം ഇൻകം ടാക്സ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയപ്പോ നമുക്ക് ചോദിക്കാനുള്ള, നമ്മൾ എന്താ പറഞ്ഞ ലേമാൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കോമൺ പീപ്പിൾ എന്ന നിലയിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, എന്തിനു വേണ്ടിയാണ് 1.72 കോടി രൂപ ഈ CMRL എന്ന് പറയുന്ന കർത്താവിന്റെ കമ്പനി ഈ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തത്? ഇവിടെ ചോദിച്ചു മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുണ്ട് എന്ന്. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുന്നത് അതൊന്നും നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് അതിന് ബോണ്ട് ഡിബഞ്ചർ എന്നുള്ള രീതിയിലൊക്കെ പേരുകൾ വരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കമ്പനികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നു. അത് സ്വീകരിച്ചവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നല്ലോ. ഈ സ്വീകരിച്ച തുകയുടെ വ്യാപ്തിയെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ദേ അഡ്മിറ്റഡ് ഇറ്റ്, ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ അതല്ലല്ലോ, ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. PV എന്ന് പറയുന്നത് ആരാണെന്ന് എനിക്കറിയത്തില്ല, അത് അങ്ങനെ ഒരു പേര് ഞാൻ അറിയപ്പെടുന്നില്ല എന്ന് ഒക്കെയുള്ള ഈ മുടന്തൻ ന്യായീകരണങ്ങൾ ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് സ്വന്തം മകളെയും മകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനിയെയും അതോടൊപ്പം തന്നെ
ആ കർത്താവിന്റെ കമ്പനിയിൽ ഷെയർ ഉണ്ട് എന്ന കാരണത്താൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ, അതാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ മറിയക്കുട്ടിമാരും അന്നമാരും ഒക്കെ തെരുവിലിരിക്കുകയാണ് അവർക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ട്. ഇന്നിപ്പോ നമ്മള് പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത കൂടി കേട്ടു. അവര് ദയാവധത്തിന് പോലുമാണ് ഗവൺമെന്റിനോട് കേടുന്നത്, ജീവിക്കാൻ മറ്റു മാർഗമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ കേരളം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സേനാപതി വേണു, ഈ സോഷ്യൽ മീഡിയ ആണല്ലോ, നമുക്കറിയാം മലയാളികൾക്ക് എന്തിനും ഏതിനും ഒരു അഭിപ്രായമുണ്ട്. പണ്ടത് ഈ കവലകളിലൊപ്പം തന്നെ ഈ ചായക്കടകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ്. ഒരുപക്ഷെ ഒരു തമാശയായിട്ട് അതിനെ തള്ളിക്കളയാമോ എന്നറിയില്ലെങ്കിലും പറയുന്നത് ഈ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ IT കമ്പനി തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ വീണ വിജയന് ഒരു പ്രതിയോഗി ഉണ്ടാകേണ്ട എന്ന് കരുതിയായിരിക്കും ഇപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ പോലും ആർക്കും നൽകാത്തത്, അങ്ങനെ പെൻഷൻ പോലും കൊടുക്കാത്തത് എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു തമാശയ്ക്ക് വകയുള്ള സംഭവമല്ല. താങ്കൾ പറഞ്ഞാലാണ് വന്ധ്യവയോ ാണ് ഈ റോഡിന് നടുക്ക് കസേര ഇട്ടിരിക്കുന്നതും ദയാവധം ആവശ്യപ്പെടുന്നതും. അത് മറ്റൊരു വിഷയം അല്ല. ഞാൻ പറഞ്ഞത് ഈ പെൻഷനെ കുറിച്ച് ഒരു ടീച്ചറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു പക്ഷേ ലക്ഷ്മിയും ഹരിദാസും ഒക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇവർ എത്ര കാലം ടീച്ചറായിട്ട് ജോലി ചെയ്തു, ഇവർക്ക് കിട്ടിയ പെൻഷൻ ഇനി ആയിക്കോട്ടെ. അതുകൊണ്ടല്ലേ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ല എങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ പോരെ. ഇത്രയുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോ ഉമ്മൻചാണ്ടി 12-14 മണിക്കൂർ നേരം ജസ്റ്റിസ് ശിവരാജന്റെ മുമ്പിൽ പോയിരുന്ന് ആ വക്കീലന്മാർ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ജസ്റ്റിസിന്റെ കൗണ്ടർ, അദ്ദേഹത്തിനുള്ള സംശയം, ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞില്ലേ. ഇവിടെ സംശയത്തിന്റെ കുന്തമുന നീളുമ്പോ നിങ്ങൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്താതെ ഇവിടെ SFIO ഇപ്പം സമൻസ് കൊടുത്തിരിക്കുകയാണ്, 12-ാം തീയതി കോടതിയുടെ വിധി ഉണ്ടാകും, ഇല്ലെങ്കിൽ അതിനെ സ്റ്റേ ഉണ്ടാകും എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ 2 കമ്പനികൾ തമ്മിലോ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ കൈക്കൂലി തുക അല്ലെങ്കിൽ മാസപ്പടി തുക എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈകളിലേക്കാണ്. അത് ഒരു സേവനവും ചെയ്യാതെ എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ആ പണം കൊടുത്തുകൊണ്ട് 1.72 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇവർ എത്ര ലക്ഷത്തിന്റെയോ എത്ര കോടിയുടെയോ ആനുകൂല്യങ്ങൾ പിൻവാതിലൂടെയോ അല്ലെങ്കിൽ വഴിവിട്ട രീതിയിലോ നേടിയിട്ടുണ്ട്. ആ നേടിയിട്ടുള്ളത് എന്തൊക്കെയെന്ന് അത് പുറത്തു വരണമെങ്കിൽ ഈ അന്വേഷണം നടക്കണം. ഞാൻ ശ്രീ RS പ്രസാദ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിമർശനത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ കേരളം കേവലം ലഘൂകരിക്കേണ്ട ഒരു വിഷയമല്ല, ഇല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഇവിടെ വളരെ പ്രസക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ ഏജൻസി, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി, അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഇവരെല്ലാം പല പല കണ്ടെത്തലുകൾ നടത്തുമ്പോൾ ഇതിന്റെ അറ്റം ഒന്ന് അവസാനിക്കണമല്ലോ. ഇത് അവസാനിച്ചു, ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും മേടിച്ചിട്ടില്ല, സേവനത്തിനാണ് കൊടുത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ സൗജന്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി അവരുടെ തൃപ്തിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അത് കണ്ടെത്തി ആ വിവരം ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതാണല്ലോ. ഇവിടെ പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത ഒരു ഭാഗത്ത് പ്രസംഗിക്കുന്നു. ഞങ്ങൾ അഴിമതി വിമുക്തരാണ്, ഞങ്ങൾ സംശുദ്ധമായ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്, ഞങ്ങളൊക്കെ തൊഴിലാളി വർഗത്തിന്റെ അവർ നൽകുന്ന മാസവരിയും സംഭാവനയും ഒക്കെ കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നാട്ടിലെ ജനങ്ങളോട് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുകയും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മക്കളുടെ കമ്പനിയെക്കുറിച്ച്, മരുമകളുടെ കമ്പനിയെക്കുറിച്ച്, ബന്ധുക്കാരന്റെ കമ്പനിയെക്കുറിച്ച്, മകന്റെ അമ്മായിയപ്പന്റെ കമ്പനിയെക്കുറിച്ച് ഒക്കെ അന്വേഷണം നടത്തുമ്പോൾ അവിടെയൊക്കെ കോടാനുകോടികളുടെ ക്രമക്കേടുകളും കമ്മീഷനുകളും ഒക്കെ നടക്കുമ്പോൾ ശരാശരി കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ കേരളത്തിലെ ശരാശരി പൗരന്മാർക്കും ഒരുപക്ഷെ RS പ്രഭാതിനെ പോലെ കമ്മ്യൂണിസത്താൽ അല്ലെങ്കിൽ ഇടതുപക്ഷ അന്ധത ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് സംശയം ഉണ്ടാവത്തില്ല. കാരണം അവർ പാർട്ടി കണ്ണാടിയിലൂടെ ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആണ്. പക്ഷെ പാർട്ടി കണ്ണാടിയുടെ അല്ലാതെ നോക്കുന്ന ഈ നാട്ടിലെ പൊതുസമൂഹമുണ്ട്. ഞാൻ മുമ്പൊരു ചാനൽ ചർച്ചയിലും പറഞ്ഞതാണ്, പാം ഓയിലിന്റെ വില, അതായത് മലേഷ്യയിലെ പവർ ആൻഡ് എനർജി കമ്പനിയിൽ നിന്ന് കേരളത്തിലേക്ക് പാം ഓയിൽ ഇറക്കിയപ്പോൾ ഒരു കിലോഗ്രാമിന് 10 രൂപ വില കൂടി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന് 1.5 കോടി രൂപയുടെ നഷ്ടം. കരുണാകരൻ പണം മേടിച്ചെന്ന് പറഞ്ഞിട്ടില്ല, മുസ്തഫ ഈയടെയാണ് മരിച്ചത്, അദ്ദേഹവും പണം മേടിച്ചെന്ന് പറഞ്ഞിട്ടില്ല, ജിജി തോമസിന്റെ പുസ്തകത്തിലുമില്ല. പക്ഷെ ഖജനാവിന് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഏതാണ്ട് കരുണാകരൻ ആ ഭരണം 95-ലെ അദ്ദേഹത്തിന്റെ ഭരണം 94 അവസാനിച്ചതിന് ശേഷം ലീഡർ ശ്രീ K കരുണാകരൻ ജീവിച്ചിരുന്ന മുഴുവൻ കാലഘട്ടവും അദ്ദേഹം വേട്ടയാടപ്പെട്ട ഒരു കേസാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, അന്ന് ഈ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തുകയും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് വല്ലാതെ പ്രസംഗം നടത്തുകയും ചെയ്യുന്ന ആളുകൾ അവരിപ്പോ
ഇതൊന്നും അന്വേഷിക്കാൻ പാടില്ല, SFIO വരാൻ പാടില്ല, അതല്ല എങ്കിൽ ED വരാൻ പാടില്ല, മറ്റന്വേഷണം ഉണ്ടാകാൻ പാടില്ല, എക്സാലോജിക്കൽ കമ്പനിയുടെ രേഖകൾ ഇനി ചോദിക്കാൻ പാടില്ല, വീണ വിജയനുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, AKG മന്ദിരത്തിന്റെ അഡ്രസ്സിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അന്വേഷണം അവിടെയും കൂടി നടക്കണം, അവിടെയും കൂടി നടക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പോ അന്വേഷണത്തിന്റെ കുന്തമുന ഇപ്പോൾ അത് ചെന്ന് അങ്ങ് എത്തും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വേവലാതി, ഈ വിരളി പിടിക്കൽ എന്ന് പറയുന്നത് അത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ അത് നിയമവാഴ്ചയോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ് എന്നാണ് ഒന്നാം ഫേസിൽ എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. CPM ബന്ധങ്ങൾ ഇത്തരമൊരു ഇടപാടുണ്ടാകുമ്പോൾ അതിൽ പ്രയോജനപ്പെടുത്തണം എന്ന ദുരുദ്ദേശത്തോടെയാണ് AKG സെന്ററിന് മേൽവിലാസം കൊടുത്തത് എന്നൊരു ആരോപണം കൂടിയുണ്ട്. അതെന്തായാലും അത് ശ്രീ RS പ്രഭാതാണ് അതിന് മറുപടി പറയേണ്ടത്. ശ്രീ MK ഹരിദാസ്, താങ്കളോടാണ്. നമുക്കറിയാം ഇത് ആദ്യം ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സ്, അതിനുശേഷം ബംഗളൂരു ഒപ്പം തന്നെ കൊച്ചി ROCകളുടെ ഫൈൻഡിങ്സ്, ശേഷം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിലെ ഉത്തരവിടിയിൽ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു. ഇതെല്ലാം കേരളം നോക്കിക്കണ്ടതാണ്, രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ്. അപ്പോഴെല്ലാം ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു CPMന്റെ ഭാഗത്ത് നിന്ന് ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, മാത്രമല്ല മാസപ്പടി എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാം പ്രതിക്കൂട്ടിലാണ്. CPMന് ഒരു പക്ഷേ ഹിതമായിട്ടുള്ളത് പറയാത്തവരെല്ലാം തന്നെ പ്രതിക്കൂട്ടിലാണ്, ശത്രുപക്ഷത്താണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കോടതികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, എക്സാലോജി, അത് എന്തിനാണ് ഈ വേവലാതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനെ വല്ലാതെ പ്രതിരോധിക്കാൻ CPM എന്തുകൊണ്ട് പാടുപെടുന്നു എന്നുള്ളതാണ്. ഈ പ്രതിരോധിക്കാൻ പാടുപെടുമ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടി അനുഭാവികളിൽ ഉയർന്ന ചോദ്യം ശ്രീ സേനാപതി വേണു ഒക്കെ പറഞ്ഞതുപോലെയാണ്. നമുക്കറിയാം എന്തുകൊണ്ട് വീണ വിജയന് മാത്രം ഇത്തരത്തിൽ ഒരു വളരെ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുന്നു. ഈ പാർട്ടി പിണറായി വിജയൻ എന്നൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നത് കൊണ്ടാണോ എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തെ പൊതുവിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ശ്രീ MK ഹരിദാസ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ സർ? സർ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാനുണ്ടോ? കേൾക്കാം. നോക്കൂ, ഇതിൽ സേനാപതി വേണു പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് കാണേണ്ടത്. അതായത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യക്തിയുടെ മകള്, അത് മാത്രമല്ല അവരെ മറ്റൊരു മന്ത്രിയുടെ ഭാര്യ കൂടിയാണ്. അപ്പൊ അവരുടെ കാര്യത്തില് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉത്കണ്ഠ. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് ബോധ്യപ്പെടുത്തട്ടെ എന്നുള്ളൊരു ചിന്താഗതി കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ മാസപ്പടി വിവാദമൊന്നുമല്ല ഇത്. ഇന്ത്യയിലെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ മാനദണ്ഡത്തോട് ഒരു മാനദണ്ഡവും പാലിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള മാസപ്പടികൾ കൊടുക്കുന്നുണ്ട്. ഈ 1957 EMS മന്ത്രിസഭ അധികാരത്തിൽ കയറുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്തി എന്തായിരുന്നു? അത് കേവലം, ഞാൻ ഇന്ന് ഒരു മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ ഈ വിഷയവുമായി സംസാരിച്ച സമയത്ത് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിരിക്കുന്നത് പരമാവധി ഉണ്ടാവുക ഒരു 10 ലക്ഷം രൂപയുടെ ആസ്തിയാണ് ആ സമയത്ത് ഉണ്ടാകുക. പക്ഷെ ഇന്ന് ആ ആസ്തി, ഡിക്ലെയർ ചെയ്ത ആസ്തി 400 കോടി കഴിഞ്ഞിരിക്കുന്നത് ഇവർക്ക് നോട്ടടിക്കാനുള്ള അനുവാദം റിസർവ് ബാങ്ക് കൊടുത്തത് കൊണ്ടൊന്നുമല്ല, ഇത്തരത്തിലുള്ള സംഭാവനകളിലൂടെ തന്നെയാണ്. അതിപ്പോ വേണമെങ്കിൽ പറയാൻ ലെവി ഒക്കെ വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് എടുത്തിട്ടാണ്. അതൊക്കെ നമ്മൾ പറയില്ല. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴുള്ള കേവലം ക്യാപ്സ്യൂളായിട്ട് മാത്രം കാണണം. ഇതിൽ ലക്ഷ്മി ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, വിശദീകരിച്ച് വഷളാക്കിയിട്ടുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് വന്നത്. ഒരു ധന്വന്തരം ഗുളിക കഴിച്ചാൽ തീരാവുന്ന പ്രശ്നം ക്യാപ്സ്യൂൾ കൊണ്ട് ചികിത്സിക്കാൻ ശ്രമിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ ഇത്തരം കാര്യങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ജനങ്ങൾ മാത്രം ഇവരാണ് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ എന്നൊരു അന്ധവിശ്വാസം ഇവരിൽ വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവനുള്ള കാരണം. അപ്പോ ധന്വന്തരം ഗുളിക കൊണ്ട് മാറാവുന്ന ഒരു അസുഖം ക്യാപ്സ്യൂൾ കൊണ്ട് ചികിത്സിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അത് ഓപ്പറേഷൻ ചെയ്തിട്ടും മാറാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള ഒരു ഗതികേടാണ് ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആ പ്രശ്നത്തിലേക്ക് വരുന്നതിനെക്കാട്ടിലും മുമ്പ് എനിക്കിവിടെ ഈ ഇടതുപക്ഷ പ്രതിനിധി കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഇപ്പോ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ED, അതുമാതിരി തന്നെ SFIO തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്ന കാബാലികമായ ഇടപെടലുകളെ തുടർന്നിട്ടുള്ള പ്രശ്നത്തിന് അദ്ദേഹം വളരെയധികം വാചാലനാവുന്നതുകൊണ്ട്, എന്റെ പ്രിയ സുഹൃത്തെ, അവിടെ എന്തോ നടക്കട്ടെ,
ഞങ്ങളുടെ നികുതിപ്പണം വാങ്ങിയിട്ട് നിങ്ങളുടെ സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്നു. അതിനെ കമ്മ്യൂണിസ്റ്റിന്റെ ബാനർ ചാർത്തിക്കൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചിട്ട് ഇത്തരത്തിൽ 1,72,00,000 രൂപ അവർ ചെയ്യാത്ത സേവനത്തിന് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും അവർ മാസപ്പടിയായി വാങ്ങി എന്ന ആരോപണം വരുന്നു. ഈ ക്യാപ്സ്യൂൾ കഴിച്ചിട്ടും ഈ വിഷയം ഇത്രത്തോളം, ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ട് ഈ വിഷയം ഇത്രത്തോളം നാറാൻ കാരണം എന്താ? നിങ്ങൾ പറയുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1,72,00,000 രൂപ. നിങ്ങളിപ്പോ കർണാടക ഹൈക്കോടതി, താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞു കർണാടക ഹൈക്കോടതിയിൽ ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരില്ലേ? എന്തിനാണ് കർണാടക ഹൈക്കോടതി? ഇവിടുത്തെ കേരളീയ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയുടെ ഒറ്റ വാക്കിന്റെ മുകളിൽ ഒരു സംസ്ഥാനത്തെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ച സംസ്ഥാനത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ മന്ത്രിയുടെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു കരാറ് പുറത്തുവിടൂ എന്ന് പറഞ്ഞാൽ ആ കരാറ് പുറത്തുവിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? സേനാപതി വേണുവിനെ പോലെയൊക്കെയുള്ള വിവരമുള്ള അഭിഭാഷകർ അത് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാത്യു കുഴനാടനെ പോലുമുള്ള വിവരമുള്ള അഭിഭാഷകർ അത് നോക്കിക്കൊണ്ട് അതിൽ കഴമ്പില്ല, ഇത് സത്യമാണ്, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല, ഇത് സത്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? GST അടച്ചോ? അടുത്ത ചോദ്യമായിരുന്നു. GST 1,72,00,000 രൂപയുടെ GST അടച്ചോ? ഇത് ചോദിക്കുന്നവരുടെ മാനദണ്ഡം എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ഉത്തരം പറഞ്ഞു, GST അടച്ചിട്ടുണ്ട്. എന്ത് GST അടച്ചിട്ടുണ്ട്? കരാറിന്റെ പുറത്ത് ഇന്ത്യയിൽ നിലവിൽ GST അടയ്ക്കാൻ പറ്റില്ല. ഇതിനൊരു ഇൻവോയ്സ് റൈസ് ചെയ്യണം. ആർക്ക് ഇൻവോയ്സ് റൈസ് ചെയ്യും? വീണ വിജയൻ താൻ നൽകുന്ന സേവനത്തിന് അവർക്ക് ഇൻവോയ്സ് റൈസ് ചെയ്യണം. അതിലാണ് ഈ GST കാണിക്കേണ്ടത്. ആ തുക കൃത്യമായിട്ട് അടച്ചോ എന്നറിയാൻ ആ ഇൻവോയ്സ് പുറത്ത് വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് ആ ഇൻവോയ്സ് നിങ്ങൾ പുറത്തുവിടുന്നില്ല? റൂൾ 39 പ്രകാരം ഇൻവോയ്സ് പ്രകാരമേ GST അടയ്ക്കാൻ സാധിക്കുള്ളൂ. അത് ഇവിടുത്തെ എല്ലാ GST കൺസൾട്ടന്റുകളോടും ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കരാറിന്റെ പുറത്ത് GST പിടിക്കാൻ പറ്റില്ല. കരാറിന്റെ പുറത്ത് TDS പിടിക്കാം, അല്ലാണ്ട് ഈ GST പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ ബാലിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വന്നിട്ട് പറയുന്നു GST അടച്ചു. അതുമാതിരി തന്നെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു GST അടച്ചു. എന്ത് GST അടച്ചു? 1,72,00,000 രൂപയുടെ സേവനത്തിനാസ്പദമായ ബില്ല് വീണ വിജയൻ CMRL കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ GST അടച്ചു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തു. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതിന് ഞങ്ങൾ എതിരാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനെതിരാണ്. എന്തിനേറെ നിങ്ങളുടെ മുഖ്യശത്രുവായ DK ശിവകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനെതിരാണ്. നിങ്ങൾ എന്തിനാണ് സുഹൃത്തെ ഈ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഈ ED എടുക്കുന്ന നടപടികൾ അങ്ങേയറ്റം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നയങ്ങളോടും എനിക്ക് ഒരുപാട് നയങ്ങളോട് അവരോട് വിയോജിപ്പുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, സിസോദിയ എന്ന് പറയുന്ന ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വലങ്കൈയായിട്ടുള്ള ഉപമുഖ്യമന്ത്രി ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്? എത്ര കോടതികളിലൂടെ ഈ കേസ് അദ്ദേഹത്തിന് ജാമ്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ എത്തി? ജാമ്യം കൊടുത്തോ? സുപ്രീം കോടതി ജാമ്യം കൊടുത്തോ? നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് എല്ലാ കാലത്തും അനുകൂല വിധി വരുമ്പോൾ ജനാധിപത്യ കോടതിയും പ്രതികൂല വിധി വരുമ്പോൾ അത് ബൂർഷോ കോടതിയുമാണെന്നുള്ള കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. ഇവിടുത്തെ സുപ്രീം കോടതി, ഈ സാധാരണ ഒരു മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള ജഡ്ജിമാർക്ക് സിസോദിയ കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോ ജാമ്യം കൊടുക്കാമായിരുന്നല്ലോ. അതുമാതിരി തന്നെ സോറന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഇപ്പൊ തിങ്കളാഴ്ച സോറന്റെ കേസ് കോടതിയിൽ വരികയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ട്. സോറൻ ജയിലിലാണെന്ന് താങ്കൾ ഒരു വിലാപമായി പറഞ്ഞു. ഈ സോറനെ നിങ്ങൾ വേറെ ഒരു കാര്യത്തിനും സോറന്റെ നയങ്ങളോടോ സോറന്റെ ഭരണശൈലിയോടോ നിങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ സോറനെ കേന്ദ്ര സർക്കാർ ഒരു ഭൂമി ഇടപാട് കേസിൽ പിടിച്ച് അകത്തിട്ടതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള പരാതി നിങ്ങൾ പറഞ്ഞു. നമുക്കിപ്പോ തിങ്കളാഴ്ച കാണാം. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു ചർച്ചയിൽ താങ്കളും ഞാനും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. സോറിന് ജാമ്യം കിട്ടില്ല. കാരണം കോടതിക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾ ഹാജരാക്കുമ്പോൾ അവിടെ ജാമ്യം നിഷേധിക്കപ്പെടും. അപ്പൊ സിസോദിയേനി സോറനെയും അതുമാതിരി തന്നെ DK ശിവകുമാറിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിലപിക്കാതെ ഞങ്ങൾ ഈ കേരളത്തെ നികുതിദായകർ ചോദിക്കുന്നു, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും ഈ നിലവിലുള്ള ഈ PV എന്ന് പറയുന്ന മാസപ്പടി കൈപ്പറ്റിയ ഈ ശശിധരൻ കർത്തായുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയ PV എന്ന് പറയുന്നത് ഞാനല്ല എന്നുള്ളത് പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞത് കൊണ്ടായില്ല. ഉമ്മൻചാണ്ടിക്ക് സോളാർ കേസിൽ യാതൊരു പങ്കുമില്ലെന്ന ആ നിരപരാധിയായ മനുഷ്യൻ ഒരുപാട് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ നിരപരാധിയായ മനുഷ്യന് ഒരുപാട് ചാനൽ ചർച്ചകളിൽ അങ്ങേയറ്റം ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഞാൻ പറയുന്നു, അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താ? സത്യം തെളിയിക്കപ്പെടും. ആ സത്യം തെളിയിക്കപ്പെടുന്നത് വരെ നിയമം ആവശ്യപ്പെടുന്ന എല്ലാവിധ തെളിവുകളും കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധരായി മുൻപോട്ട് പോയിരുന്നു. അദ്ദേഹം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയിട്ട് അദ്ദേഹം ഈ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തപ്പോ നിങ്ങൾ കൊണ്ടുവന്ന വക്കീലിനെ, അതായത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയപ്പോ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന വക്കീലിന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മറിയക്കുട്ടിക്കും പൊന്നമ്മയ്ക്കും കൊടുക്കാത്ത പെൻഷൻ പണം എടുത്തുകൊണ്ട് 1,20,00,000 രൂപയാണ് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ഈ സർക്കാർ.
എന്നിട്ട് എന്തായി? ആ CBI അന്വേഷണം വന്നപ്പോൾ ഉമ്മൻചാണ്ടി കറ കളഞ്ഞ മനുഷ്യനായി. അതുമാതിരി കറ കളഞ്ഞിട്ട് പുറത്തു വരൂ. നിങ്ങളല്ലേ മിണ്ടിയ പറയണത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയം വേണ്ടു, മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളയും. അതൊക്കെ പറയുന്നവരെ തെളിയിക്കൂ. എന്തിനാണ് ഈ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് സ്റ്റേ ചെയ്യണമെന്ന് പറയാൻ? നാണമില്ലേ നിങ്ങൾക്ക്? ഒരു മുഖ്യമന്ത്രിയുടെ മകളും ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ മകളും അവരുടെ കൈകൾ ശുദ്ധമായിരിക്കണമെന്നത് കേരളീയ ജനതയുടെ ആഗ്രഹമാണ്. ഞങ്ങളെ ഭരിക്കുന്ന മന്ത്രിയുടെ ഭാര്യ, അദ്ദേഹം ഈ കിട്ടിയ 1,72,00,000 രൂപ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഭാര്യയുടെ സ്വത്തായിട്ട് കാണിച്ചിട്ടില്ല എന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. അപ്പൊ ജനങ്ങൾക്ക് ഇതിന്റെയൊക്കെ ക്ലാരിറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി എനിക്ക് BJP പ്രതിനിധിയോടാണ് പറയാനുള്ളത്, താങ്കൾ കുറച്ചുകൂടി സൂക്ഷിച്ച് സംസാരിക്കണം ശ്രീ ഗണേഷ്. ഞാൻ ഇന്നൊരു മരണ വീട്ടിൽ, ഞാൻ ഇപ്പൊ ഗുരുവായൂർ ഇരുന്നുകൊണ്ട് ഇതിൽ സൂമിൽ പങ്കെടുക്കാൻ തന്നെ കാരണം ഞാൻ ഗുരുവായൂരാണ്. എനിക്കിന്ന് മരണ വീട്ടിൽ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അപൂർവം ചില ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് പേര് വളഞ്ഞിട്ട് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയിലെ പ്രമുഖമായിട്ട് BJP-ക്കാരല്ലാത്ത എല്ലാവർക്കും ഉയർത്താനുള്ള വാദം ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കാരണം കേരളത്തിലെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഇടതുപക്ഷത്തിന്റെ 1ാം ഭരണത്തിലും 2ാം ഭരണത്തിലും വന്ന അഴിമതി ആരോപണങ്ങൾ, അത് ആഴക്കടൽ മത്സ്യബന്ധനം മുതല് സ്പ്രിംഗ്ലർ മുതല് AI ക്യാമറ മുതല് ഈ വിഷയം വരെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ കേവലം കാഴ്ചക്കാരാണ്. MK ഹരിദാസിനെ പോലെ പോലും നിങ്ങൾ പ്രതികരിക്കുന്നില്ല. താങ്കളെ പോലുള്ളവർ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇത് മുഴുവൻ തെറ്റാണ് എന്ന് പറയലല്ല ഞങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് താങ്കൾ പറഞ്ഞ അടുത്ത വാക്കെന്താ? ഇവിടുത്തെ കോൺഗ്രസ് പ്രതിപക്ഷം യാതൊന്നും ചെയ്യുന്നില്ല. ഈ പണ്ട് ഒരു അമ്മായിയമ്മയും മരുമകളും കൂട്ടി എന്നും തല്ലും വഴക്കുവാണ്. എങ്ങനെയെങ്കിലും ഈ അമ്മായിയമ്മ ചത്താ മതിച്ചിട്ട് മന്ത്രവാദം ചെയ്യുന്ന മരുമകളാണ്. പക്ഷെ ഈ അമ്മായിയമ്മ രോഗം വന്ന് മരിച്ചപ്പോ ഈ മരുമകൾ വിലപിച്ചു അത്രേ, എന്നെയും കൂടി കൊണ്ടുപോകും അമ്മ, അമ്മയുടെ കൂടെ, എനിക്ക് അമ്മ ഇല്ലാണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അവർ 1 or 2 സമരങ്ങൾ നടത്തുന്നുണ്ട്. ഒരു മാത്യു കുഴൽനാടന്റെ ഒറ്റപ്പെട്ട സമരമായിട്ട് ജനങ്ങളത് കാണുകയാണെങ്കിൽ പോലും ഇവിടുത്തെ പ്രതിപക്ഷം ഈ പറഞ്ഞ മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനം മുതൽ ഈ PV എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മാസപ്പടി വിവാദം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് വിശ്വാസം. പക്ഷെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവിടെയാണ് ഞാൻ ഇന്ന് ആ മരണ വീട്ടില് എല്ലാവരും പറയുന്നത്, ഇത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ നിങ്ങൾ മറ്റു 4 സീറ്റുകൾ 5 സീറ്റുകളൊന്നും പറയുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട്, സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് CPM-ന് ഒരുക്കിയിട്ടുള്ള ഒരു കെണിയാണ് എന്ന് നിങ്ങളെ കുറിച്ചുള്ള ഒരു അപവാദം ഇന്ന് ഞാൻ ചുരുങ്ങിയത് ഒരു 10 പേര്, ഇവിടെ ലക്ഷ്മി പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെ അല്ല, ഞാൻ ഇന്ന് ഈ ചെകിട്ടാലെ കേട്ടു. അപ്പൊ അതിന് തല കുലുക്കാൻ അവിടെയുള്ള ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും കൂടി തയ്യാറായപ്പോ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ഭരിക്കുന്നത് കേന്ദ്രമാണ്, ആ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണോ? നാളെ കേരളത്തിലെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ വരുമെന്ന് പറയുന്ന നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. നോക്കൂ ലക്ഷ്മി, ഇവിടെ നെഹ്റു ഒരു നല്ല പ്രതിപക്ഷമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് ഒരുപാട് തവണ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഈയിടെ മോദിയും പറഞ്ഞു 400 സീറ്റ് നേടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ നല്ലൊരു പ്രതിപക്ഷം ഇല്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടെന്ന്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരുടെ വാക്കിൽ നിന്ന്, അവരുടെ നേതാക്കളുടെ വാക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാക്ക് പോലും നമ്മൾ ആരും കേട്ടിട്ടുള്ളതായിട്ടില്ല. കാരണം പണ്ട് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ ഭാര്യ ആഗ്രഹിച്ചു അത്രേ, ഞാനും എന്റെ ഭർത്താവും കുറെ സ്വർണവും മാത്രം ഈ നാട്ടിൽ ബാക്കിയായിട്ട് ഈ ലോകം മുഴുവൻ നശിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ ഈ കേരളത്തിലും ഇന്ത്യയിലും കുറെ CPM-കാർ മാത്രം, അതായത് അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന കുറെ CPM-കാർ മാത്രം ബാക്കിയാവട്ടെ, ബാക്കി എല്ലാ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും നശിക്കട്ടെ എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ഇവരിറക്കുന്ന ഇത്തരം ക്യാപ്സ്യൂളുകൾ ഇപ്പോ ഇവരുടെ പാർട്ടിക്കാർ പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം, ഇത് കെട്ടിച്ചമച്ചൊരു കഥയാണെന്നുള്ളൊരു അവബോധം സൃഷ്ടിക്കത്തക്ക തോതിലുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് അങ്ങേയറ്റം മടുക്കുന്ന സ്ഥിരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ ഇത്തരം ചാനൽ ചർച്ചകളിലൂടെ പറഞ്ഞിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അഴിമതിക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിട്ടുള്ള ന്യായീകരണങ്ങളൊന്നും ഇനി വിലപ്പോവില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ലക്ഷ്മിയോട് പറയാനുണ്ട്. ഇത് ലക്ഷ്മി ഒരു 4 മാസം, ഒരു മിനിറ്റും കൂടി എനിക്ക് തരൂ. ഒരു 4 മാസം കൊണ്ട് നിൽക്കാൻ പോകുന്ന ഒരു അന്വേഷണമാണ്. ഇതില് ഈ SFIO അന്വേഷിച്ചിട്ടുള്ള ഒരു കേസിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ആരും ഇതുവരെ ജയിലിലൊന്നും ആയിട്ടില്ല. ഇവിടെ ഗണേഷ് അത്തരത്തിലൊരു മോഹന സ്വപ്നം പങ്കുവെക്കുന്നത് കേട്ടു, ജയിലിലാവും. ആരും ജയിലിലൊന്നും ആവാനില്ല, പിഴയടയ്ക്കും. അത് തന്നെ ആ പിഴയടയ്ക്കൽ തന്നെ ഇന്ന് തൊട്ടിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ ആ കേസ് വ്യവഹരിച്ചിട്ട് അത് പിഴയടയ്ക്കപ്പെടേണ്ട ഒരു കേസായിട്ട് മാറും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക,
1,72,00,000 രൂപയുടെ ഒരു കൈക്കൂലി, അതായത് നമ്മൾ മാസപ്പടി എന്ന് ഓമനപ്പേടിരുന്ന ഒരു കൈക്കൂലി വീണ വിജയൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കക്കാൻ അറിയുന്നവന് നിൽക്കാൻ അറിയാം. അതിന് വേണ്ടതായിട്ടുള്ള, അത് നാളെ ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അണിയറയിൽ ചെയ്തുകൊണ്ടായിരിക്കും ആ പണം വാങ്ങിയിരിക്കുന്നത്. കരിമണൽ ഖനനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിരോധിതമായ ഒരു കാര്യമാണ് എന്നിരിക്കെ ഒരു ഷെൽ കമ്പനി ഈ വീണ വിജയൻ 2018 രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ 1,72,00,000 രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയെങ്കിൽ അനധികൃതമായി ഇവിടെ മണൽ കടത്താൻ, കരിമണൽ കടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ശശിധരൻ കർത്ത CMRL വഴി അനധികൃതമായിട്ട് കരിമണൽ കടത്താൻ വേണ്ടിയിട്ട് തന്റെ ഇത്തരത്തിലുള്ള അനധികൃതമായ ചെയ്തികൾക്ക് മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു പാലമായിട്ട് വീണ വിജയന് 1,72,00,000 രൂപയ്ക്ക് ഒരു പാലമായിട്ട് ഈ 1,72,00,000 രൂപ ഉപയോഗിച്ചുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാൻ പറ്റാത്ത ഒരു അവസരമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ഈ ആദായനിധി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും പറഞ്ഞത്. ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണ് എന്നുള്ളതായിരുന്നു അവർ കണ്ടെത്തലുണ്ടായിരുന്നത്.